നമസ്കാരം. സിറ്റി ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അതിഥിയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയാം ദന്തരോഗ ചികിത്സാ ദിനമാണ്. നമ്മോടൊപ്പം ഇന്ന് കാഞ്ഞങ്ങാട് നഗരത്തിലെ 2 പ്രമുഖ ഡോക്ടേഴ്സാണ് കൂടെയുള്ളത്. അവരെ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. കാഞ്ഞങ്ങാട് നഗരത്തിൽ 40 വർഷമായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പി സന്തോഷ് കുമാർ ഡോക്ടറും അതുപോലെ തന്നെ കോസ്റ്റൽ മലബാർ സെക്രട്ടറിയുമായ വിവേക് ആർ നായരുമാണ് കൂടെയുള്ളത്. നമസ്കാരം സർ. ഇന്ന് ദന്തരോഗ ചികിത്സാ ദിനമാണ്. പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഈ ഒരു നിമിഷം അവർക്ക് ആ സംശയങ്ങൾ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ആകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ആശംസിക്കുകയാണ്. അവർക്ക് കൂടുതൽ അറിവുകൾ നേടാൻ പറ്റട്ടെ. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇങ്ങനെയൊരു ദിനത്തിൻ്റെ ആവശ്യകത എന്താണ് സർ? അതായത് പൊതുജനങ്ങളിൽ ദന്താരോഗ്യത്തെ പറ്റിയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം സൃഷ്ടിക്കുകയും ഈ രോഗങ്ങളെ എങ്ങനെ തടയാമെന്നും അഥവാ രോഗം ബാധിച്ചാൽ ശരിയായ ചികിത്സ എങ്ങനെ നേടണം എന്ന് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുകയാണ് ഈ ദിനത്തിനെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ദന്തരോഗങ്ങൾ? ദന്തരോഗങ്ങൾ എന്ന് പറയുമ്പോൾ നാം പല്ലിലേക്ക് മാത്രമായി ചുരുക്കാൻ പാടില്ല. പല്ലുറപ്പിച്ചിരിക്കുന്ന മോണയും വദനവും മുഖവും മൊത്തമായിട്ട് ബാധിക്കുന്ന അസുഖങ്ങളെയാണ് ദന്താരോഗ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദന്തക്ഷയം, മോണരോഗം, ജനിതകമായ വൈകല്യങ്ങൾ, ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളിൽപ്പെട്ട് ദന്തത്തിനും മുഖത്തിന് താടിയലിനും സംഭവിക്കുന്ന ക്ഷതങ്ങളും ഒക്കെയാണ് ഇതിൽ പെടുന്നത്. പക്ഷേ പൊതുവെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റുമെങ്കിലും ആൾക്കാർ പൊതുവെ ഈ ചികിത്സകൾ നേടുന്നതിന് അജ്ഞത കൊണ്ടോ എന്തോ മടിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ പോയിരുന്നത്. കാരണം ദന്ത ചികിത്സ എന്ന് പറയുന്നത് ഏകദേശം ആൾക്കാരും പറയാറുണ്ട്, ഞാൻ കുറച്ച് വൈകിപ്പോയി എന്നൊക്കെ. അപ്പം എന്താണ് സാർ അതിൻ്റെ ഒരു കാരണം? എല്ലാവരും വൈകിട്ടാണ് ഈ ഒരു ദന്ത ചികിത്സ നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയുകയാണോ? എന്താണത്? മുഖ്യമായിട്ട് എല്ലാവർക്കും ഉള്ള ഭയം, ഡെന്റൽ ട്രീറ്റ്മെന്റിനോടുള്ള ഒരു ഭയമാണ് മുഖ്യമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ആധുനിക ചികിത്സാ രീതിയിൽ വേദനരഹിതമായ പല ട്രീറ്റ്മെന്റ്സും നമുക്ക് ഉണ്ട്. അത് പൊതുജനങ്ങളിൽ അറിയില്ല. ഈ ഒരു ദിവസം നമുക്കത് പൊതുജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കുന്നു. ദന്ത രോഗത്തിനെ കുറിച്ച് കാര്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ദന്തരോഗങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ആദ്യമായി ദന്തരോഗങ്ങൾ വരാനുള്ള കാരണം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസമാണ്. പണ്ട് കാലത്ത് സാധാരണ 3 നേരമായിട്ട് ഭക്ഷണം കഴിക്കുക. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ്, അതേപോലെ ലഞ്ച്, പിന്നെ ഒരു രാത്രിയുള്ള ഭക്ഷണം. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഒരു 11 മണി 4 മണിക്കുള്ള ലഘുഭക്ഷണങ്ങളാണ് നമ്മളുടെ പല്ലുകൾ കേടുവരുത്താനുള്ള ഏറ്റവും വലിയ കാരണം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോകുന്ന സമയമാണെങ്കിലും ഒരു ലഘുഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്കൊരു ടൂത്ത് ബ്രഷ് എടുത്ത് ക്ലീൻ ചെയ്യാനുള്ള ഒരു അഭാവം നമുക്ക് എന്തായാലും ഉണ്ടാവും. സോ അത് നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് വേണം നമുക്കത് ക്ലീൻ ചെയ്യാൻ. അതുവരെ ആ ഭക്ഷണങ്ങൾ അവിടെ കിടക്കുകയും അതിൽ നിന്ന് ബാക്ടീരിയൽ ആക്ഷൻ സംഭവിച്ചിട്ടാണ് പല്ലുകൾ മെയിനായിട്ട് കേടുവരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പല്ല് അങ്ങനെ കേട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെറിയ രീതിയിൽ തന്നെ നമുക്കത് അടച്ച് ശരിയാക്കാനുള്ള വകുപ്പ് നമുക്ക് ഉണ്ട്. നമുക്ക് ഡെന്റൽ റെസ്റ്റോറേഷൻസ് നമുക്ക് ചെയ്യാം. അതും ചെയ്യാൻ മടിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭയം കൊണ്ടോ മടി കൊണ്ടും വരാത്ത ആൾക്കാരാണ് പിന്നെ അത് വലിയ വലിയ ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്സിലേക്കും അതോടൊപ്പം മോണരോഗത്തിലേക്കൊക്കെ അത് പോകാനുള്ള റീസൺ അതാണ്. തിരക്കിട്ട വേളകളിലും ഈ ഒരു ദിനത്തിൽ നമ്മോടൊപ്പം അല്പസമയമാണെങ്കിൽ അല്പസമയം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ അത് വലിയൊരു കാര്യമായി തന്നെ കരുതുകയാണ്. 2 പേർക്കും നന്ദി. ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ കൂടെ അല്പസമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന്.